പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോഴേക്കും പ്രഭാത കൃത്യങ്ങളെല്ലാം ശരിക്കും നിറവേറ്റിയ നരവരൻ മഹാത്മാവായ ഗാന്ധിസുതനെ ദശരഥ നന്ദനന്മാരോടുകൂടി ക്ഷണിച്ചു കൊണ്ടുവന്നു. ശാസ്ത്രത്തിൽ കണ്ടതുപോലെ ബ്രഹ്മഋഷിയെയും മഹാഭാഗരായ രഘുവര കുമാരന്മാരെയും പൂജിച്ച് ആ ധാർമ്മികാഗ്ര സരൻ പറഞ്ഞു: ഭഗവാനെ, അവിടേക്ക് സ്വാഗതം. അനഘനായ അവിടേക്ക് എന്തൊന്നാണ് ഞാൻ ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാലും അവിടത്തേക്ക് കൽപ്പിക്കാവുന്നവനാണ് ഈ ഞാൻ. മഹാനായ ജനകരാജർഷിയുടെ വാക്കുകൾ ധാർമ്മിക ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ കേട്ടു. ആ നരനാഥ വീരനോട് വാഗ്പടുവായ മാമുനീന്ദ്രൻ പറഞ്ഞു: മഹാരാജ ദശരഥ നന്ദനന്മാരായ ഈ ക്ഷത്രിയ കുമാരന്മാർ ലോകപ്രസിദ്ധരും ധനുർവേദ ശാസ്ത്രത്തിൽ വിശേഷിച്ച് വിജ്ഞരും സമർത്ഥരുമായ രാമനും ലക്ഷ്മണനുമാണ്. ഇവിടെ സൂക്ഷിച്ചു വെച്ച ശ്രേഷ്ഠമായ പള്ളിവില്ല് കാണുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ആ ഉത്തമ ചാപത്തെ കണ്ട് കൃതാർത്ഥരായിട്ട് വേണം മടങ്ങുവാൻ. അതൊന്ന് കാണിച്ചു കൊടുത്താലും. മിഥിലാധിപൻ സാനന്ദം മുനീന്ദ്രനോട് ഉണർത്തി: ഭഗവാനെ, ആ പള്ളിവില്ല് ഇവിടെ എന്തിനായിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് കേട്ടാലും. നിമി മഹാരാജാവിൽ നിന്ന് ആറാമത്തവനായ ദേവരാധ നൃപന്റെ പക്കൽ കൊടുത്ത് ഏൽപ്പിച്ചതാണ് ഈ ധനുസ്. ഭഗവാൻ ശ്രീരുദ്രൻ രോക്ഷമാർന്ന് ദക്ഷയാഗം നശിപ്പിക്കുവാൻ വിൽ കുലച്ചു. സലീലം ദേവന്മാരോട്: സുരന്മാരെ, യജ്ഞകർമ്മത്തിലുള്ള ഭാഗം അനുവദിച്ചു തരാത്ത നിങ്ങളുടെ ശ്രേഷ്ഠ ശിരസുകൾ ഈ വില്ലുകൾ കൊണ്ട് ഞാൻ കൊയ്തെടുക്കും. പരിഭ്രാന്തരായ ദേവന്മാർ ദേവദേവനെ സ്തുതികൾ കൊണ്ട് ശാന്തനാക്കി. അവരിൽ തെളിഞ്ഞ ഗിരീശൻ ആ മഹാത്മാക്കൾക്ക് സമ്മാനിച്ചതാണ് ഈ ചാപം. മഹാദേവ രുദ്രന്റെ ശോഭനമായ ഈ വില്ല് എൻ്റെ പൂർവിക മഹാത്മാവിൽ ന്യാസമായി ഏൽപ്പിച്ചു. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രേഷ്ഠമായൊരു യജ്ഞം അവസാനിപ്പിച്ച ഞാൻ ആ ക്ഷേത്രത്തെ ഉഴുതപ്പോൾ കരി തട്ടി ഒരു പെൺപൈതൽ ഉണ്ടായി. കരിച്ചാലിൽ ജനിച്ച അവൾക്ക് സീത എന്നാണ് പേരിട്ടത്. അയോനിജയും അവനിജയുമായ കന്യകയെ ഞാൻ എൻ്റെ പുത്രിയായി വളർത്തി. ഞാൻ അവളെ വീര്യശൽക്കയായി നിർത്തുകയാണ് ഉണ്ടായത്. ഭൂപുത്രിയായി ജനിച്ച സീത വളർന്ന് കുമാരിയായപ്പോൾ മന്നോർ മന്നന്മാർ പലരും അവളെ വരിക്കുവാൻ എത്തി. വീര്യശൽക്കമായതിനാൽ ആർക്കും ഞാൻ അവളെ കൊടുത്തില്ല. ഭൂപാലന്മാർ കോപിച്ചു. ഒന്നു ചേർന്ന് മിഥിലയിലെത്തി വീര്യം പ്രകടിപ്പിക്കുവാൻ തയ്യാറായ അവരുടെ മുന്നിൽ ആ പള്ളി വില്ല് വെച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ഒരൊറ്റ രാജാവിനും ആ വില്ല് എടുക്കുവാൻ എന്നല്ല, ഇളക്കുവാൻ കൂടി സാധിച്ചില്ല. മഹാവീര്യന്മാരാണെന്ന് അഭിമാനിക്കുന്നവൻ അല്പവീര്യമാർന്ന് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും തള്ളിക്കളഞ്ഞു. മാമുനീന്ദ്ര, പിന്നീട് ഉണ്ടായത് കേട്ടാലും വീര്യ സന്ദേഹത്താൽ അവമാനിതനാക്കി എന്ന് വിചാരിച്ച് രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മിഥിലാപുരിയെ കോപത്തോടെ വളഞ്ഞു. അവരുടെ നിരോധം 1 വർഷം നീണ്ടു നിന്നപ്പോഴേക്കും നഗരത്തിൽ സജ്ജീകരിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അവസാനിച്ചു. പ്രജകളുടെ വിഷമമറിഞ്ഞ് ഏറ്റവും ദുഃഖിതനായി തീർന്ന ഞാൻ തപസ്സുകൊണ്ട് സുരന്മാരെ സന്തോഷിപ്പിച്ചു. ദേവന്മാരാകട്ടെ തെളിഞ്ഞ ഹൃദയത്തോടെ ചതുരംഗ സൈന്യങ്ങളെ എനിക്ക് അനുഗ്രഹപൂർവം ഏകി. സന്ദിഗ്ധ വീര്യന്മാരും ഒട്ടും തന്നെ വീര്യമില്ലാത്തവരും സജീവാന്വിതരുമായ ആ മഹാപാപികൾ യുദ്ധഭൂമിയിൽ ജീവനറ്റ് വീഴുവാൻ തുടങ്ങിയപ്പോഴേക്കും പരാജയമേറ്റ ഭൂപാലന്മാർ നാനാ ദിക്കുകളിലേക്കും ഓടി രക്ഷ നേടി. ബ്രഹ്മഋഷി വര്യനായ ഭഗവാനെ, മിന്നിത്തിളങ്ങുന്ന പള്ളിവില്ല് രാമലക്ഷ്മണന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അതെടുത്ത് ഞാൻ കെട്ടിയാൽ ദാശരഥി രാമന് അയോനിജയും എൻ്റെ പുത്രിയുമായ സീതയെ സഹധർമ്മിണിയായി ഞാൻ നൽകും. ബ്രഹ്മഋഷി വിശ്വാമിത്രൻ ജനകരാജഋഷിയുടെ വാക്കുകൾ കേട്ട് രാമന് വില്ലൊന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് മാത്രം പറഞ്ഞ് മന്ദഹസിച്ചു. ഗന്ധമാല്യാദികളെ കൊണ്ട് പരിഭൂഷിതമായ പള്ളിവില്ല് കൊണ്ടുവരിക. മിഥിലാധിപ നിർദ്ദേശം കേട്ട അമാത്യന്മാർ അന്തപുരത്തിലേക്ക് പോയി. രാജകീയ ആജ്ഞയനുസരിച്ച് ചാപരത്നത്തെ കൊണ്ട് പുറപ്പെട്ടു. ആജാനുബാഹുക്കളായ ശക്തന്മാർ 5000 പേരെയാണ് പടകളിൽ നിന്ന് തിരഞ്ഞെടുത്തത്. 8 ചക്രങ്ങളോടുകൂടിയ ഇരുമ്പ് പെട്ടിയിലാണ് ഈശ്വരധനുസ് ഇരിക്കുന്നത്. വളരെ വിഷമിച്ചുകൊണ്ടാണ് ഭടന്മാർ പേടകം മന്നവന്റെ മുന്നിൽ എത്തിച്ചത്. ദേവതുല്യനായ രാജഋഷിയെ തൊഴുതുകൊണ്ട് സജീവന്മാർ: മഹാപ്രഭോ, സകല രാജാക്കന്മാരാലും പൂജിതമായ പള്ളിവില്ലിത മിഥിലേന്ദ്രനായ തമ്പുരാനെ വേണമെങ്കിൽ കാണിക്കാം. ശ്രീരാമ ലക്ഷ്മണന്മാരോട് കൂടിയിരിക്കുന്ന മഹാത്മാഗാധി നന്ദനനോട് നൃപവരൻ തൊഴുതുകൊണ്ട് പറഞ്ഞു: ഭഗവാനെ, ജനകരാജവംശത്തിൽ പൂജിക്കപ്പെടുന്ന പള്ളിവില്ല് ഇതാ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നു. അമിത വീര്യം ഇയന്ന രാജാക്കന്മാർക്ക് ആർക്കും ഇന്നേ വരെ കുലയേറ്റാൻ സാധിക്കാത്തതാണിത്. ഈ ഈശ്വരശാപം ഞാണേറ്റുവാൻ ദേവന്മാർ, അസുരന്മാർ, അരക്കർ,
ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ഉരകശ്രേഷ്ഠന്മാർ തുടങ്ങി ഒരാൾക്കും സാധിക്കുന്നതുമല്ല. പിന്നെയാണോ മനുഷ്യർക്ക് കുലയ്ക്കുവാനോ ബാണം ഞാണിൽ ചേർക്കുവാനോ വലിക്കുവാനോ ഒന്നുമില്ലെങ്കിൽ ഇളക്കുവാനോ വിഷമമുള്ള പള്ളിവില്ല് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. മഹാഭാഗനായ ബ്രഹ്മർഷി വര്യ ശ്രേഷ്ഠധനുസിനെ രാജനന്ദനന്മാർക്ക് കാണിച്ചാലും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.